അവിടെ പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ ഇല്ലാതെ എന്നെ സുഖപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്നുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാനവിടെ ആശുപത്രിയുടെ ഉള്ളിൽ അവിടെ എഴുതാൻ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഞാൻ ആരെയും നോക്കുന്നില്ല, ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഒടിഞ്ഞ കൈയും വെച്ചുകൊണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് മുട്ടുകുത്ത്, നീ മുട്ടുകുത്തെന്ന് പറഞ്ഞ് ഇങ്ങനെ എൻ്റെ ചെവിയിൽ ഇങ്ങനെ ആരോ വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവ് എന്നെ ഒരു കുഴപ്പമില്ലാതെ ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്താമെന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ ഡോക്ടറിൻ്റെ മുന്നേ മുട്ടുകുത്തി ഞാൻ നന്ദി പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അതുപോലെ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു എൻ്റെ എക്സ്റേയും എൻ്റെ എല്ലാ പേപ്പറുകളും ഒക്കെ നോക്കി. ജനറൽ ആശുപത്രിയിൽ നിന്ന് തന്നുവിട്ട് ഓപ്പറേഷൻ എഴുതി വെച്ച പേപ്പറൊക്കെ നോക്കി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാം, പക്ഷേ ഞാൻ ചെയ്യുന്നില്ല, ചെയ്യാതെ നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ നിമിഷം മുട്ടുകുത്തി എൻ്റെ മാതാവിന് നന്ദി പറഞ്ഞു. എന്നിട്ട് വന്ന് വളരെ അത്ഭുതകരമായി എനിക്ക് എൻ്റെ കൈ സുഖപ്പെട്ടു. ഒരു വർഷം